നമ്മൾ പോകുന്നത് ശിരൂരിലേക്ക് തന്നെയാണ്. ഈ ശിരൂരിൽ നിന്ന് നിർണായകമായ ചില വിവരങ്ങൾ കണ്ടെത്തിയ ദിവസങ്ങളാണിത്. ലോറി തലകീഴായി കിടക്കുന്നു, അതുപോലെ തന്നെ ലോറിയുടെ ഭാഗങ്ങൾ കിട്ടുന്നു. അതേസമയം തന്നെ ലോറിയുടെ നമ്പർ പ്ലേറ്റ് കണ്ടെത്തിയിട്ടില്ല. ലോറി മാത്രമല്ല, ഒരു ചെറിയ വാഹനത്തിൻ്റെ കൂടെ ഭാഗങ്ങൾ കണ്ടെത്തിയതായി ഈശ്വർ മാൽപേ പറയുകയും ചെയ്തു. അലക്സ് റാം മുഹമ്മദ് ശരിയാണ് അവിടെ നിന്ന്. അലക്സെ, ദൗത്യം നിർണായക ഘട്ടത്തിൽ ഇനി ഈ അങ്കോളയിലെ യോഗത്തിലെ തീരുമാനങ്ങളും ഏറെ നിർണായകമാകും. ആ യോഗ തീരുമാനം എപ്പോഴേക്കും നമുക്ക് അറിയാൻ സാധിക്കും? അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, സതീഷ് കൃഷ്ണസേലുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഡ്രഡ്ജിംഗ് വാഹനത്തിലാണ് അദ്ദേഹം ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, അദ്ദേഹം ആ ഡ്രഡ്ജിംഗ് വാഹനത്തിലാണുള്ളത്. അദ്ദേഹത്തെ ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹം അതാണ് നമ്മളോട് നേരത്തെ വിശദീകരിച്ചത്. താൻ ആ ദൗത്യ സംഘത്തിനൊപ്പം ഉണ്ട് എന്ന് അദ്ദേഹം വിശദീകരിച്ചത് അതാണ്. മഞ്ചേശ്വരം MLA AK അഷ്റഫ് അടക്കമുള്ളവർ ആ വാഹനത്തിൽ തന്നെയുണ്ട്. കൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ബാർജുള്ള ആ വാഹനത്തിൽ, ആ മെഷീനിൽ ഒരു ക്രെയിൻ ഉണ്ട്. ഇനി ആ ക്രെയിൻ ഉപയോഗിച്ച് ഈ വാഹനം ഉയർത്തുന്ന കാര്യമാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ നിലവിൽ നിർത്തിയിട്ടിരിക്കുന്ന ഡ്രഡ്ജിംഗ് മെഷീന്റെ ആ ബാർജ് ഘടിപ്പിച്ച ഭാഗം അതിവിടേക്ക് അതിന്റെ പൊസിഷൻ മാറ്റി ആ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുന്നതിനുള്ള ശ്രമമായിരിക്കും ഈ ഘട്ടത്തിൽ നടത്തുക. അത് പരാജയപ്പെട്ടാൽ മാത്രമായിരിക്കും അടുത്ത കൂടുതൽ ശക്തിയുള്ള ക്രെയിൻ അത് റോഡ് മാർഗം ഇവിടെ എത്തിച്ച് ഈ ലോറി ഉയർത്തുന്നതിനുള്ള ശ്രമം ആരംഭിക്കൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ജില്ലാ ഭരണകൂടം നിലവിൽ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്: നിലവിൽ ആ ബാർജ് ഘടിപ്പിച്ചിരിക്കുന്ന ക്രെയിൻ ഉപയോഗിച്ച് ബാർജിൽ ഘടിപ്പിച്ചിരിക്കുന്ന ക്രെയിൻ ഉപയോഗിച്ച് ഈ നേരത്തെ CP4 പോയിന്റ് എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തി ഇടത്തു നിന്ന് 60 മീറ്റർ മാറി ഈശ്വർ മാൽപേ കണ്ടെത്തിയ ലോറിയുള്ള സ്ഥലത്ത്, അത് ഇപ്പോൾ നിലവിൽ ഈ ഡ്രഡ്ജിംഗ് വാഹനം നിൽക്കുന്നതിന്റെ മീറ്ററുകൾക്കപ്പുറമാണ്, കേവലം ഒരു 20 മീറ്റർ അടുത്താണിത്. അവിടേക്ക് ഈ ഡ്രഡ്ജിംഗ് മെഷീൻ അവിടേക്ക് പൊസിഷൻ ചെയ്താൽ, അവിടേക്ക് എത്തിച്ചാൽ, അവിടേക്ക് ഹുക്ക് ചെയ്താൽ, അത് ആങ്കർ ചെയ്യിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു ക്രെയിൻ ഉണ്ട്. ആ ക്രെയിൻ ഉപയോഗിച്ച് ഒരു പക്ഷേ ഈ വാഹനം ഉയർത്താൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട കാര്യം, ഈ വാഹനത്തിന് പുറത്ത് ചെളി, അതുപോലെ കല്ലും മണ്ണും ഒക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായി വലിയ പ്രയാസമുണ്ടാകും. ഈ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്താൻ സാധിച്ചില്ല എങ്കിലായിരിക്കും മറ്റൊരു ക്രെയിൻ റോഡ് മാർഗം. അലക്സ്, നമ്മോടൊപ്പം കാർവാർ MLA സതീഷ് കൃഷ്ണസേൽ ഇപ്പോൾ സൂമിൽ ഉണ്ട്. Sir, good evening and appreciations for all your efforts for the past 2 months for this rescue and search. And please show us what is happening there, what is the current status, and you have told us the crane is there and you are using the crane to lift the truck. Is that right? Yeah. Now we are right now from against on the crane. You can see the crane now. You can see the crane. No, I think the frame should be little more down so that we could see. Yeah, 1 minute. Okay. Now? Little more, sir. Okay? Yes. Fine, sir. Fine. Yeah, this is SP Karwar also here with you. Okay. Sir, could you please explain what is going to happen there? Are you trying to lift the truck from down? Yeah, it will happen. 1 minute. Okay. Sir, ಅಲ್ಲಿಂದ ಮಾತಾಡಂಗೆ. ನೀವು ಹೇಳಿ ಬಸ್. Yeah, tell me, ma'am. Okay, sir. Actually, you are trying to lift the truck from down now by using this crane. Yeah. One cabin we got now already. Okay. With the 2 tires with axle. Okay. We don't know which car it is. But we don't know which lorry, because there are 2 lorries. One tanker also missing. One tanker's front part and one Arjun's total vehicle. Okay. So we can't say. So we can't say sir, that. at what time we can get a confirmation? Another 5 minutes. Another 5 to 10 minutes. Hello? Okay. Hello? Yeah, Sir, SP here. Yeah, good evening, sir. Sir, at what time we can get a confirmation regarding the lorry, whether it belongs to Arjun or... That missionaries are there. Okay. And we are going there and they'll start. I'll get you, please, your updates online. Okay. Maybe in another half an hour, make a contact with that lorry. Okay. Okay, thank you so much, sir. I think our Manjeshwaram MLA is also there. Could you please connect him? Ashraf ji. Yeah. Okay. Ashraf ji. I'll give to Ashraf ji, please. Yeah.
Online. സർ ഗുഡ് ഈവനിങ്. അവിടെ എന്തായാലും നിർണായകമായ പുരോഗതിയൊക്കെ ഉണ്ട്. നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുവെന്ന് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? ഇവിടുത്തെ ജില്ലാ പോലീസ് ചീഫ് ശ്രീ നാരായണൻ അടക്കമുള്ള ആളുകൾ ഈ ഡ്രഡ്ജിംഗ് മിഷന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഏറ്റവും നല്ല പ്രതീക്ഷ പകരുന്ന രീതിയിൽ നമുക്ക് ഒരു ലോറി എന്ന് ഒരു അടിത്തട്ടിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് മുകളിലേക്ക് പൊക്കിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ശുഭപ്രതീക്ഷയോടുകൂടി ഒരല്പം ഒരു 5-10 മിനിറ്റ് നമുക്ക് കാത്തു നിൽക്കാം. അർജുനിലേക്ക് എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. തീർച്ചയായിട്ടും സാർ, ഈ ക്രെയിൻ ഉപയോഗിച്ച് അത് ഉയർത്താനാവുന്ന തന്നെയാണോ? കാരണം ഈ ലോറിയുടെ ഭാരം വലുതാണ്, അതുകൊണ്ട് തന്നെ മറ്റൊരു ക്രെയിൻ വേണ്ടി വരുമെന്ന വാർത്തകളൊക്കെ വന്നിരുന്നല്ലോ. അപ്പൊ ഈ ക്രെയിൻ ഉപയോഗിച്ചത് okay sir, is it possible to lift the lorry with this crane, because we heard that the lorry or the truck which is under the water is very heavy? We are trying. Okay. Wait. Okay sir, anyway we are going live with this dredger visuals, and hats off to you and also Satish Krishna Sail, Ishwar Malpe and all the members of the rescue team. For the past 2 months you had been trying. Thank you so much. അലക്സ് റാം മുഹമ്മദ് ആണ് വിശദാംശങ്ങളുമായുള്ള. അലക്സ്, എന്തായാലും ഡ്രഡ്ജറിൽ നിന്നുള്ള ആദ്യ ദൃശ്യങ്ങൾ നമുക്ക് കൊടുക്കാനായി ഇപ്പോൾ നമ്മുടെ കാർവാർ SP-യും കാർവാർ MLA-യും അതേപോലെ തന്നെ നമ്മുടെ മഞ്ചേശ്വരം MLA എല്ലാം പറയുന്നത് ഏറ്റവും ആശാവഹമായ ഒരു പോയിന്റിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. എന്തായാലും ഈ ക്രെയിൻ ഉപയോഗിച്ച് ഈ ലോറി ഉയർത്താനാവുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവർ. 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് എന്തായാലും വലിയൊരു വാർത്ത അല്ലെങ്കിൽ വലിയൊരു സന്തോഷമുള്ള ആശ്വാസമുള്ള വാർത്ത കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? അലക്സ് റാം മുഹമ്മദിന്റെ ടെലിഫോൺ ലൈനിൽ ചില പ്രശ്നങ്ങളുണ്ട്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഭാഗ്യമുണ്ടെങ്കിൽ ആ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വളരെ ആശാവഹമായ വിവരങ്ങൾ ലഭ്യമാവും. ഇടവേള.